കൊല്ലം കടക്കൽ പോലീസിന് കഴിഞ്ഞ ദിവസം ഒരു പരാതി കിട്ടി. എന്നാൽ ഈ പരാതി എങ്ങനെ പരിഹരിക്കണമെന്ന് ഉച്ചയൂത്തി നിന്നിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുന്നില്ല. പരാതി എന്താണെന്നല്ലേ ഇത്രയും വിചിത്രമാണ്. നമുക്ക് പരിശോധിക്കാം. പലയിടത്തും പറഞ്ഞാൽ കല്ലടക്കാരൻ സ്വാങ്ങാട്ട് നിൽക്കുന്നില്ല, തന്തടക്കാരൻ സ്വാങ്ങാട്ട് നിൽക്കുന്നില്ല. അങ്ങനെയാ ഞാൻ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. കൊല്ലം മണ്ണൂർ ഉണ്ണിക്കുന്നിൽ അനിൽ ജോണാണ് പരാതിക്കാരൻ. പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതി ഇങ്ങനെ തുടങ്ങുന്നു. സർ, 12 സെന്റ് ഭൂമിയും വീടും എനിക്കുണ്ട്. ഭിന്നശേഷിക്കാരനാണ്. നാട്ടുകാരോടും ബന്ധുക്കളോടും പള്ളിക്കാരോടും പറഞ്ഞിട്ട് ഫലം ലഭിക്കാതെ ആയതോടെയാണ് പോലീസിൽ പരാതി നൽകുന്നത്. നമുക്ക് അങ്ങനെ വലിയ സൗന്ദര്യം ഒന്നും വേണ്ട സാറേ, വലിയ സൗന്ദര്യമോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ കണ്ണിന് കാഴ്ച കുറവുണ്ട്. അപ്പം ഞാൻ ഈ തൊഴിലുറപ്പിനും ലോട്ടറിയൊക്കെ ഞാൻ പോകുന്നത്. അപ്പം ഞാൻ എന്നെ ജീവിതകാലം മൊത്തം സംബന്ധിച്ച് നോക്കാനും അപ്പം അതിന് ഇച്ചിരി കഞ്ഞിയൊക്കെ വെച്ച് തരാനും വേണ്ടിയാണ് ഞാൻ ആവശ്യപ്പെട്ടേക്കുന്നത്. അനിൽ ജോണിന്റെ മാതാപിതാക്കൾ മരിച്ചു. ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസം. കാഴ്ചക്കുറവുള്ളതിനാൽ പത്രവിതരണവും ലോട്ടറി വിൽപ്പനയും തൊഴിലുറപ്പിനും പോയുമാണ് ജീവിക്കുന്നത്. വിവാഹം നടത്തിത്തരാൻ പറഞ്ഞിട്ടും ആരും അതിന് മുൻകൈ എടുക്കാത്തതിനെ തുടർന്നാണ് അനിൽ ജോൺ പരാതിയുമായി കടക്കൽ പോലീസിനെ സമീപിച്ചത്. എന്നെ നോക്കാനോ തള്ളടാക്കാരോ അന്തടാക്കാരോ ഇല്ല. പിന്നെ പലയിടത്തും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഇടവക്കാർ പള്ളിക്കാർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിച്ചു നൽകണമെന്നുള്ള യുവാവിന്റെ പരാതിയിൽ ആകെ വെട്ടിലായിരിക്കുകയാണ് കൊല്ലം കടക്കൽ പോലീസ്. ആദ്യമായാണ് ഒരു യുവാവ് തനിക്ക് അനാഥാലയത്തിൽ നിന്നായാലും ഒരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം നടത്തി തരണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകുന്നത്. കടക്കൽ SHOയ്ക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. അന്വേഷണത്തിൽ പരാതി യഥാർത്ഥമാണെന്നും വിവാഹം നടത്തുന്ന ബ്രോക്കർമാരോടും മറ്റും പറയാനേ തങ്ങൾക്ക് കഴിയൂവെന്നാണ് SHOയുടെ മറുപടി. എന്തായാലും പോലീസിന്റെ സഹായത്താൽ തന്റെ വിവാഹം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ 32കാരൻ. ഞാൻ ഒന്നും വേണ്ട, ഞാൻ ഒരു പാവപ്പെട്ട ഒരു പെൺകുച്ചിനെ കിട്ടിയാണ്. ഞാൻ പിന്നെ സീതണ്ണത്തിന്റെ ഒരു കാര്യവും ഞാൻ പറയുന്നു. പിന്നെ തരുവാണെങ്കിൽ സന്തോഷത്തോടെ വാങ്ങും. പൈസ വാങ്ങിച്ചാലും ഞാൻ ഉപയോഗിക്കത്തില്ല, അത് ബാങ്കിൽ ഇടിപ്പിക്കത്തേ ഉള്ളൂ. സീതനം വാങ്ങാൻ കുറ്റകരമാണ്. പിന്നെ നമ്മൾ വാങ്ങുന്നില്ല. പിന്നെ സാറിപ്പം ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ആർ അരുൺരാജ്, 24 കൊല്ലം.